إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المؤمنون عباد الله أوصيكم إياي أولا بتقوى الله فاتقوا الله عباد الله സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തഖ്വ ചെയ്തുകൊണ്ട് അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹപര വിജയത്തിൻ്റെ ആധാരമായി നമുക്കിരുലോകത്തും ലഭിക്കുന്ന നന്മകളുടെയും സൗഭാഗ്യത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും അടിസ്ഥാനമായി നമ്മളെല്ലാ ഖുതുബകളുടെയും തുടക്കത്തിൽ ഇന്നും നിങ്ങൾ ആവർത്തിച്ചു കേട്ട അല്ലാഹുവിൻ്റെ വസിയ്യത്താണ് തഖ്വ പാലിക്കുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകാലക്കാർക്കും പിൽക്കാലക്കാർക്കും ഒരുപോലെ അവന്റെ കിതാബിലൂടെ, പരിശുദ്ധ ഖുർആനിലൂടെ വസിയ്യത്തായി നൽകിയ കാര്യമാണ് അവനെ തഖ്വ കൈക്കൊള്ളുക എന്നത്. അല്ലാഹു പറഞ്ഞുവല്ലോ, വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാകും അനിത്തഖുല്ലാഹ്. നിങ്ങൾക്ക് മുൻപ് വേദം നൽകപ്പെട്ടവർക്കും, കിതാബ് അല്ലാഹു ഖുർആനിന് മുമ്പ് തൗറാത്തും ഇഞ്ചീലുമാകുന്ന മുൻകാല കിതാബ് നൽകപ്പെട്ട സമുദായങ്ങൾക്കും വഇയ്യാകും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ, നാം അടങ്ങുന്ന ഈ ഉമ്മത്തിനെ മുൻനിർത്തി അല്ലാഹു പറയുന്നു, നിങ്ങൾക്കും നാം വസിയ്യത്തായി നൽകുന്നു അനിത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണമെന്നത്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വസിയ്യത്താണ് അവനെ തഖ്വ ചെയ്യുക എന്നത്. ഈ വസിയ്യത്ത് ഓരോ അമ്പിയാക്കളും മുർസലീങ്ങളും അവരുടെ സമൂഹത്തിന് കൈമാറിയിട്ടുണ്ട്. നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എല്ലാ സംസാരങ്ങളുടെയും തുടക്കത്തിൽ തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന 3 ആയത്തുകൾ പാരായണം ചെയ്യാറുണ്ട്. അവിടുത്തെ ഉമ്മത്തിനോട് തഖ്വ കൊണ്ട് പ്രത്യേകം വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്തിനെ നയിക്കുന്ന പണ്ഡിതന്മാർ, അവർക്ക് നന്മ അറിയിച്ചു കൊടുക്കുന്ന ആളുകൾ, അവർ സാധാരണക്കാർക്ക് തഖ്വ കൊണ്ട് വസിയ്യത്ത് നൽകേണ്ടതുണ്ട്. മുസ്ലിമീങ്ങൾ പരസ്പരം തഖ്വ കൊണ്ട് വസിയ്യത്ത് നൽകേണ്ടതുണ്ട്. മാതാപിതാക്കൾ മക്കൾക്ക് അന്തിമ വസിയ്യത്തായി നൽകേണ്ടുന്ന വാചകങ്ങളിൽ ആദ്യമായി തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് പരിഗണിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, എന്താണ് ഈ തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്?
പണ്ഡിതന്മാർ അതിന് പല വിശദീകരണങ്ങളും നിർവചനങ്ങളും നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കൽപ്പിച്ചത് പ്രവർത്തിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വിലക്കിയത് വർജിക്കുക, ഒഴിവാക്കുക എന്നതാണ്. തർക്കു മഅസിയത്തില്ലാഹ് വഫിഅലു മാ അമറ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് പ്രവർത്തിക്കലും അവൻ വിലക്കിയത് ഒഴിവാക്കലുമാണ് തഖ്വ എന്നത്. സഹോദരങ്ങളെ, ഇതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ തിന്മകളെ രണ്ടായി വിഭജിച്ചത് കാണാം. തഖ്വ എന്നാൽ അല്ലാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കലും അവൻ ഹറാമാക്കിയത് ഒഴിവാക്കലുമാണ് എങ്കിൽ, തിന്മകൾ എന്നാൽ ഫിഅലുൽ മഹ്ദൂർ വതർക്കുൽ മഅ്മൂർ, അല്ലാഹു കൽപ്പിച്ചത് ഒഴിവാക്കുകയും അല്ലാഹു വിലക്കിയത് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് തിന്മകൾ. തഖ്വ എന്നാൽ അല്ലാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കുക, തിന്മ എന്നാൽ അല്ലാഹു കൽപ്പിച്ചത് ഒഴിവാക്കുക. തഖ്വ എന്നാൽ അല്ലാഹു വിലക്കിയത് പ്രവർത്തിക്കാതിരിക്കുക, ഒഴിവാക്കുക. തിന്മ എന്നാൽ അല്ലാഹു വിലക്കിയത് ഹറാമാക്കിയത് പ്രവർത്തിക്കുക. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തിന്മകൾ അല്ലാഹു വിലക്കിയത് ഒഴിവാക്കലും അവൻ കൽപ്പിച്ചത് പ്രവർത്തിക്കാതിരിക്കലും അല്ലാഹു വിലക്കിയത് പ്രവർത്തിക്കലുമാണെന്നതിന് മനോഹരമായ ഉദാഹരണം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്ലീസ്, സാക്ഷാൽ ഇബ്ലീസ്, മനുഷ്യരുടെ പ്രത്യക്ഷ ശത്രുവായ ഇബ്ലീസ്, അവനെ നമ്മൾ കാണില്ലെങ്കിലും വ്യക്തമായി നമ്മുടെ ശത്രുവാണെന്ന് അല്ലാഹു അദുവ്വുൻ മുബീൻ എന്ന് പ്രഖ്യാപിച്ച ഇബ്ലീസ് എങ്ങനെയാണ് ഇബ്ലീസായി മാറിയത്? ഇബ്ലീസ് എങ്ങനെയാണ് അല്ലാഹുവിന്റെ ശാപത്തിനും കോപത്തിനും അർഹനായത്? അല്ലാഹു പറഞ്ഞല്ലോ, മലക്കുകളും ഇബ്ലീസും അടങ്ങുന്ന സംഘത്തോട് ഉസ്ജുദൂ ലി ആദം, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യണം. ഫസജദൂ ഇല്ലാ ഇബ്ലീസ്, അവരെല്ലാവരും മലക്കുകളെല്ലാവരും ആദമിന് സുജൂദ് ചെയ്തു. അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കണം, ഇല്ലെങ്കിൽ അത് തിന്മയാണ്. അവർ സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. ഇബ്ലീസ് അല്ലാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ചു. അബാ വസ്തക്ബർ, അവൻ വിസമ്മതിച്ചു, അഹങ്കരിച്ചു. ഫകാന മിനൽ കാഫിരീൻ, അവൻ കാഫിറായി തീർന്നു, നിഷേധികളിൽ ഉൾപ്പെട്ടുപോയി. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചാൽ അവൻ കുഫറിലേക്കെത്തും, അവൻ മഹാതിന്മയാണ് പ്രവർത്തിക്കുന്നത്. സാക്ഷാൽ ഇബ്ലീസിനോടൊപ്പം അവൻ ചേരും. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനും തന്റെ പത്നിക്കുമുണ്ടായ സ്വർഗത്തിൽ വെച്ചുണ്ടായ പരീക്ഷണം, അതിനെ വിശദീകരിക്കവ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോടും അവിടുത്തെ പത്നിയോടും പറഞ്ഞു, വലാ തഖറബാ ഹാദിഹി ഷജറ, നിങ്ങൾ ഈ മരമുണ്ടല്ലോ, ഒരു പ്രത്യേക മരം അല്ലാഹു നിശ്ചയിച്ചു, ആ മരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്. ഫതകൂനാ മിനൽ ളാലിമീൻ, നിങ്ങൾ ആ മരത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും, നിങ്ങൾ പാപികളിൽ പെട്ടുപോകും, നിങ്ങൾ ധിക്കാരികളായി തീരും. പക്ഷെ എന്തു ചെയ്തു? ശൈത്താൻ അവരെ വശംവദരാക്കി. ഫഅദല്ലഹുമ ശൈത്താനു അൻഹാ ഫഅഖ്റജഹുമാ മിമ്മാ കാനാ ഫീഹി, ശൈത്താൻ അവരെ വ്യതിചലിപ്പിച്ചു, അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ ശൈത്താൻ ദുർമന്ത്രണം നടത്തി. അവരാ പഴം ഭക്ഷിച്ചു, അക്രമികൾപ്പെട്ടു, തിന്മകൾ ചെയ്തു പോയി. അല്ലാഹു വിലക്കിയത് പ്രവർത്തിച്ചു. പിന്നീട് അല്ലാഹു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബയുടെ വാചകങ്ങൾ സ്വീകരിച്ചതായി ശേഷമുള്ള ആയത്തുകൾ വിശദീകരിക്കുന്നുണ്ട്. ആദം നബി നബിയാണ്, അല്ലാഹുവിൽ നിന്നുള്ള നബിയാണ്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നു, തിന്മകളെ രണ്ടായി വിഭജിക്കാം. അല്ലാഹു കൽപ്പിച്ചത് ഒഴിവാക്കിയാലും തിന്മയാണ്, അല്ലാഹു വിലക്കിയത് പ്രവർത്തിച്ചാലും തിന്മയാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും നമ്മൾ തൗബ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഒഴിവാക്കിയ അല്ലാഹുവിന്റെ കൽപ്പനകളുടെ പേരിലും നമ്മൾ പ്രവർത്തിച്ച അല്ലാഹുവിന്റെ വിലക്കുകളുടെ പേരിലും നമ്മൾ അല്ലാഹുവിനോട് തൗബ ചെയ്യേണ്ടതുണ്ട്. സഹോദരങ്ങളെ, മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ തിന്മകളുടെ ഗൗരവം, അതിന്റെ തീവ്രത, അത് പരിഗണിച്ചുകൊണ്ട് തിന്മയെ വിഭജിക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു, തിന്മകൾ കബായിറുമുണ്ട്, സ്വഗായിറുമുണ്ട്. ചെറിയ തിന്മകളുമുണ്ട്, വൻ പാപങ്ങളുമുണ്ട്. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, വലാ സ്വഗീറത മഅൽ ഇസ്റാർ വലാ കബീറത മഅൽ ഇസ്തിഗ്ഫാരി വന്നദമി വത്തൗബ. ചെറിയ തിന്മകൾ അതിൽ അടിയുറച്ചു പോയാൽ,
ചെറിയ തിന്മകളുടെ പേരിൽ അള്ളാഹു നമ്മെ പിടികൂടും. അത് വലിയ തിന്മകളുടെ പരിധിയിലേക്കെത്തും. എന്നാൽ വല്ലപ്പോഴും അറിയാതെ സംഭവിക്കുന്ന ചെറിയ തിന്മകൾ നമ്മുടെ അമലുകൾ കൊണ്ട്, നമ്മുടെ നിസ്കാരം കൊണ്ട്, നമ്മുടെ നോമ്പ് കൊണ്ട്, നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട്, നിത്യജീവിതത്തിലെ നമ്മുടെ നന്മകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ തിന്മകളാണ് പുറത്തു നൽകുക, വലിയ തിന്മകളല്ല. ആ ചെറിയ തിന്മകൾ തന്നെയും അതിലുറച്ചുപോയാൽ, അതിനെ നിസാരവൽക്കരിച്ച്, അതിനെ ലാഘവ ബുദ്ധിയോടെ കണ്ട് അത് ജീവിതത്തിലെ സ്ഥിരം സംഭവമായാൽ ആരാണിപ്പോ അത് ചെയ്യാത്തത്? ഈ കാലഘട്ടത്തിൽ അങ്ങനെ നോക്കിയാൽ ജീവിക്കാൻ സാധിക്കുമോ? ഇങ്ങനെ ന്യായം കണ്ടെത്തി ചെറിയ തിന്മകളിൽ ഉറച്ചുപോയാൽ അത് വലിയ തിന്മകളുടെ പരിധിയിലേക്ക് വരും. അല്ലാത്തിടത്തോളം ചെറിയ തിന്മകൾ നമ്മുടെ നന്മകൾ കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട് അല്ലാഹു പരിഹരിച്ചു നൽകും. ചെറിയ തിന്മകൾ അതിലുറച്ചു പോകാത്ത അവസ്ഥയാണെങ്കിൽ അത് മായ്ച്ചു കളയപ്പെടും. എന്നാൽ വലിയ തിന്മകൾ, വൻപാപങ്ങൾ, അതിൽ നിന്ന് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം, അല്ലാഹുവിനോട് തൗബ ചോദിക്കണം, അവനിൽ നിന്ന് പാപമോചനം ഇരന്നു വാങ്ങണം. തൗബയില്ലാതെ വലിയ തിന്മകൾ പരിഹരിക്കപ്പെടുകയില്ല. വലിയ തിന്മകൾ അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞുവല്ലോ, അസ്സലവാത്തുൽ ഖംസ വൽ ജുമുഅതു ഇലൽ ജുമുഅ വറമളാൻ ഇലാ റമളാൻ മുകഫിറാത്തുൻ ലിമാ ബൈനഹുന്ന ഇദാ ജുതുനിബത്തിൽ കബായിർ. 5 നേരത്തെ നിസ്കാരങ്ങൾ ഒരു ജുമുഅ കഴിഞ്ഞാൽ അടുത്ത ജുമുഅ വരേക്കുമുള്ള കാലയളവ്, ഒരു റമളാനിന് ശേഷമുള്ള അടുത്ത റമളാൻ, ഇവയ്ക്കിടയിൽ സംഭവിക്കുന്ന ചെറു തിന്മകൾ, ചെറുപാപങ്ങൾ അല്ലാഹു റമളാൻ കൊണ്ടും ജുമുഅ കൊണ്ടും നിസ്കാരങ്ങൾ കൊണ്ട് പൊറുക്കുന്നതാണ്. ഇദജുതുനിബത്തിൽ കബായിർ. അവിടെ അല്ലാഹുവിന്റെ റസൂൽ ഒരു നിബന്ധന വെച്ചു, വൻപാപങ്ങളിൽ നിന്ന് അവർ വിട്ടു നിൽക്കുകയാണെങ്കിൽ, വൻപാപങ്ങളോട് കൂടിയാണെങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് ചെറിയ തിന്മകൾ പോലും പരിഹരിക്കപ്പെടുകയില്ല എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് വൻപാപങ്ങളുടെ ഗൗരവം നമ്മൾ തിരിച്ചറിയണം. വൻപാപങ്ങൾ പലർക്കും നിസ്സാരമായി തോന്നുകയും അത് കേവലം എണ്ണത്തിൽ പരിമിതപ്പെടുത്തുകയും അതിനപ്പുറത്ത് വൻപാപങ്ങൾ തങ്ങളെ പിടികൂടുകയില്ല എന്ന നിർഭയത്വത്തിൽ ആത്മവഞ്ചനയിൽ കഴിയുകയും ചെയ്യുക എന്നത് ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ ഒരു സ്ഥിരം രോഗമായി, അതല്ലെങ്കിൽ ഒരു മഹാമാരിയായി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വൻപാപങ്ങളെ ലാഘവ ബുദ്ധിയോടെ കാണുക എന്നത് പരിശുദ്ധ ഖുർആനിൽ 3 ഇടങ്ങളിൽ 3 സൂറത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല വൻപാപങ്ങളുടെ ഗൗരവത്തെ നമ്മെ ഉണർത്തിയിരിക്കുന്നു. സൂറത്തു നിസാഇൽ നമുക്ക് വായിക്കാൻ സാധിക്കും. സൂറത്തു നിസാഇലൂടെ അല്ലാഹു പറഞ്ഞു, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിലുകും മുദ്ഖലൻ കരീമ വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാണ് ആദരണീയമായ സ്വർഗ്ഗം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് വിശേഷിപ്പിക്കവേ അല്ലാഹു ആ സ്വർഗം ലഭിക്കുന്നവരെ പ്രത്യേകതയായി പറഞ്ഞു, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻ. അവരെ തൊട്ട് വിലക്കപ്പെട്ട വൻപാപങ്ങൾ അവർ അകറ്റി നിർത്തുകയാണെങ്കിൽ, നുകഫിർ അൻകും സയ്യിആതികും, നിങ്ങളുടെ തിന്മകൾ, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുന്നതാണ്. വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ, മാന്യമായ സ്വർഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുന്നതുമാണ്. നിങ്ങൾ വൻപാപങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ, നിങ്ങൾ വൻപാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിന്മകൾ മായ്ച്ചു നൽകുകയും നാളെ സ്വർഗത്തിൽ മാന്യമായ ആദരവ് നൽകുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ സ്വർഗം ലഭിക്കുക ആർക്കാണ്? വൻപാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർക്കാണ്. സൂറത്തു ശൂറായിൽ അല്ലാഹു പറയുന്നു, വല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ് വഇദാ മാ ഗദിബൂ ഹും യഗ്ഫിറൂൻ. അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളായ നല്ല അടിമകളുടെ വിശേഷണങ്ങളിൽ അല്ലാഹു എണ്ണി. അവർ ആരാണ്? യജ്തനിബൂന കബായിറൽ ഇസ്മ, വൻപാപങ്ങൾ അകറ്റി നിർത്തുന്നവരാണ്. വൽ ഫവാഹിഷ്, നീചവൃത്തികൾ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നവരാണവർ. വഇദാ മാ ഗദിബൂ ഹും യഗ്ഫിറൂൻ, കോപം വന്നാൽ പോലും മറ്റുള്ളവർക്ക് അതിന്റെ പേരിൽ നടപടി സ്വീകരിക്കാതെ വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. തങ്ങളെ ആരെങ്കിലും പ്രകോപിപ്പിച്ചാൽ, ഇങ്ങോട്ട് ദ്രോഹം ചെയ്താൽ, അനീതി പ്രവർത്തിച്ചാൽ, തനിക്ക് ദേഷ്യമുണ്ടാക്കുന്ന കാരണങ്ങൾ തനിക്ക് നേരെ ചൊരിഞ്ഞാൽ പോലും അവനവർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. ഇങ്ങോട്ട് തിന്മ ചെയ്താലും അങ്ങോട്ട് നന്മയിൽ മാത്രം നിലകൊള്ളുന്നവർ. ഇങ്ങനെ വൻപാപങ്ങളും നീചവൃത്തികളും ഒഴിവാക്കുന്നവർ, അവനാണ് അല്ലാഹുവിന്റെ സൽക്കർമ്മികളായ അടിമകൾ എന്ന് അല്ലാഹു വിശേഷിപ്പിക്കുന്നു. 3-ാമതായി സൂറത്തു നജ്മിൽ അല്ലാഹു പറഞ്ഞു, ആർക്കാണ് അല്ലാഹു അല്ലദീന അഹ്സനൂ ബിൽ ഹുസ്ന ലിയജ്സിയല്ലദീന അസാഉ ബിമാ അമിലു വയജ്സിയല്ലദീന അഹ്സനൂ ബിൽ ഹുസ്ന.
ഏറ്റവും നല്ല, ഏറ്റവും മനോഹരമായ പ്രതിഫലം, ഏറ്റവും സുഹൃതം നിറഞ്ഞു നിൽക്കുന്ന പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സുഹൃതവാന്മാർ അവരാരാണെന്ന് അല്ലാഹു എണ്ണവേ സൂറത്തു നജ്മിൽ പറഞ്ഞു, അല്ലദീന യജ്തനിബൂന കബാഇറൽ ഇസ്മ വൽ ഫവാഹിഷ് ഇല്ലൽ ലമം. നിസാരമായ കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ വൻപാപങ്ങളും മ്ലേച്ഛവൃത്തികളും തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നവർ, ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, അല്ലാഹു അവർക്കാണ് വിശാലമായ പാപമോചനം നൽകുന്നത് എന്ന് അല്ലാഹു പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, വൻപാപങ്ങളുടെ ഗൗരവം നമ്മൾ തിരിച്ചറിയണം. വൻപാപങ്ങൾ എങ്ങനെയാണ് നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കുക? ആ വൻപാപങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണെന്ന് നമ്മൾ അറിയാതെ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ കൈഫ യത്തഖി മല്ലാ യദി മാ യത്തഖി, എന്താണ് ഞാൻ സൂക്ഷിക്കേണ്ടത്, ഒഴിവാക്കേണ്ടത് എന്ന് അറിയാത്തവൻ എങ്ങനെയാണ് ആ കാര്യങ്ങൾ ഒഴിവാക്കുക? എന്തിൽ നിന്നാണ് ഞാൻ വിട്ടുനിൽക്കേണ്ടത് എന്നൊരാൾക്ക് അറിയുകയില്ല. എന്താണ് ദീനിലെ ഹലാൽ ഹറാം എന്നറിയുകയില്ല. എന്താണ് തിന്മകൾ, എന്താണ് നിർബന്ധമായ കാര്യങ്ങൾ അറിയുകയില്ല. നിർബന്ധമായ കാര്യങ്ങൾ പ്രവർത്തിക്കാതിരുന്നാൽ അത് തിന്മയാകും. എന്താണ് തനിക്ക് വാജിബായിട്ടുള്ളത് അവൻ പഠിക്കുന്നില്ല, അവൻ അറിയേണ്ടതില്ല. ഹറാമായ കാര്യങ്ങൾ അത് പ്രവർത്തിച്ചാൽ അത് തിന്മയാകും. ഹറാമായ കാര്യങ്ങൾ തനിക്ക് എന്താണ് അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ അവൻ അറിയുന്നില്ല. എന്താണ് ഞാൻ സൂക്ഷിക്കേണ്ടതെന്ന് അറിയാത്തവൻ എങ്ങനെയാണ് സൂക്ഷിക്കുക? ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ, ഇസ്ലാം ദീനിന്റെ പ്രമാണങ്ങളിൽ വൻപാപങ്ങളെ മനസ്സിലാക്കാൻ നമുക്ക് എളുപ്പത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്ന ചില വിശേഷണങ്ങളുണ്ട്. ഒരു കാര്യം വൻപാപമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ അതിങ്ങനെയല്ല മനസ്സിലാക്കാം. ഒന്ന്, ദുനിയാവിൽ അതിനെന്തെങ്കിലും പ്രത്യേക ശിക്ഷ നിശ്ചയിച്ചിട്ടുണ്ടാകും. ദുനിയാവിൽ ഹദ് നിശ്ചയിച്ചിട്ടുള്ള തിന്മകൾ. ഉദാഹരണത്തിന്, ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ വ്യഭിചാരിക്ക് ഇസ്ലാമിന്റെ ശിക്ഷാ നടപടി സ്വീകരിക്കുന്ന രാജ്യത്ത് ശിക്ഷയുണ്ട്. വ്യഭിചാരത്തിന് ശിക്ഷാ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. കൊലപാതകം നടത്തിയവനെ അവനെ വധിക്കേണ്ടതുണ്ട്. കട്ടവന്റെ കൈമുറിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ദുനിയാവിൽ ഏതെങ്കിലും തിന്മകൾക്ക് ഇന്ന ശിക്ഷയുണ്ട്. ഇസ്ലാമിന്റെ വിധി നിലനിൽക്കുന്നിടത്ത് ഇന്ന ശിക്ഷാവിധി നടപ്പിലാക്കേണ്ടതുണ്ട് എന്ന് ദീനിൽ സ്ഥിരപ്പെട്ട തിന്മകൾ വൻപാപങ്ങളാണ്. ഒന്ന്. രണ്ടാമതായി, ആഖിറത്തിൽ അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. ആഖിറത്തിൽ അവർ ഗുരുതരമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ടോ? ആ തിന്മകളും വൻപാപങ്ങളുടെ പരിധിയിലാണ്. ബിദ്അത്തുകൾ വൻപാപങ്ങളിൽ ഏറ്റവും ഗുരുതരമായതാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, ആരാണോ എന്റെ കൽപ്പനയില്ലാത്തൊരു കാര്യം ദീനിൽ പ്രവർത്തിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പ്രവർത്തനങ്ങൾ തിരസ്കരിക്കപ്പെടുന്നതാണ്. ആഖിറത്തിൽ അവൻ ശിക്ഷിക്കപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനങ്ങൾ തിരസ്കരിക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, ആഖിറത്തിൽ ഗുരുതരമായ ശിക്ഷയുണ്ട് എന്ന് അറിയിച്ച കാര്യങ്ങൾ വൻപാപങ്ങളാണ്. അതുപോലെ തന്നെ കുല്ലു ദംബിൻ ഇബാദല്ലാഹ് ഖുതിമ ബിലഅന, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശാപമുണ്ട് എന്ന് പറയപ്പെട്ട തിന്മകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അന്തിമ വസിയത്തുകളിൽ പോലും ആവർത്തിച്ചു പറഞ്ഞുവല്ലോ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ അത് കേട്ടു. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപം ജൂതനസാറാക്കൾക്കുമേൽ വർഷിക്കട്ടെ. അവരവരുടെ അമ്പിയാക്കളുടെ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി, അമ്പിയാക്കളുടെ ശവകുടീരങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ശാപത്തിന് അർഹമായ തിന്മയാണത്. ശിർക്കിലേക്ക് നയിക്കുന്ന തിന്മയാണത്. അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ അൽ മുസവ്വിറൂൻ, ഖിയാമത്ത് നാളിൽ കഠിന ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞ മറ്റൊരു തിന്മയാണ് ജീവനുള്ള വസ്തുക്കളുടെ രൂപവും ചിത്രവും നിർമ്മിക്കുക എന്നത്. അതുപോലെ തന്നെ ലഅനല്ലാഹുൽ മുസവ്വിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനുള്ള വസ്തുക്കളുടെ രൂപവും ചിത്രവും നിർമ്മിക്കുന്നവരെ ശപിച്ചിരിക്കുന്നു, അല്ലാഹുവിന്റെ ശാപമുണ്ടാകുന്നു എന്ന് പറയപ്പെട്ട കാര്യമാണ് ജീവനുള്ള വസ്തുവിനെ നിർമ്മിക്കുകയും അതിനെ ചിത്രീകരിക്കുകയും ചെയ്യുക എന്നത്. ഇതെല്ലാം അല്ലാഹുവിന്റെ ശാപവുമായി ബന്ധിപ്പിച്ച് അല്ലാഹുവിന്റെ റസൂൽ താക്കീത് ചെയ്ത കാര്യമാണ്. ഈ നാളുകൾക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശാപമുണ്ട് എന്ന് പറയപ്പെട്ട തിന്മകൾ, അതുപോലെ തന്നെ ഖിയാമത്ത് നാളിൽ ശക്തമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ
അവഗണനയുണ്ടാകുമെന്ന് പറഞ്ഞ തിന്മകൾ അള്ളാഹു അവരിലേക്ക് നോക്കുകയില്ല. അവരെ കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല. അവരെ സംസ്കരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിഗണിക്കുകയില്ല എന്ന് പറഞ്ഞ തിന്മകൾ. നരകത്തിലാണ് എന്ന് പറയപ്പെട്ട തിന്മകൾ. മാ അസ്ഫല മിനൽ കഅബൈനി ഫഫിന്നാർ. നെരിയാണിക്ക് താഴെ പുരുഷൻ വസ്ത്രം ധരിച്ചാൽ ആ വസ്ത്രം നരകത്തിലാണ്. ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാർക്കോ പുരുഷന്മാർക്കോ യാതൊരു വിലയുമില്ലാത്ത അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണിത്. നെരിയാണിക്ക് താഴെ ധരിക്കുന്ന വസ്ത്രം അത് നരകത്തിലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലാണ് എന്ന് പറയുന്ന വസ്ത്രം ശരീരത്തിൽ അത് മനോഹരമായി ഒട്ടിച്ചു വെച്ച്, ചുരുട്ടി വെച്ച്, തിരികെ വെച്ച്, അതല്ലെങ്കിൽ ഇറക്കിയിട്ട് വലിച്ചു വെച്ച് മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാർ പുരുഷന്മാർ ഇന്ന് വസ്ത്രം ധരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിലാണ് എന്ന് താക്കീത് വൻ പാപമാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ലാ യദ്ഖുൽ ജന്നത നമ്മാമുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏഷണിക്കാരൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. പരദൂഷണം പറയുന്നവന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ജനങ്ങളെ ശപിച്ച് സംസാരിക്കുന്നവർ, ജനങ്ങൾക്കുമേൽ ശാപവാക്കുകൾ ചൊരിയുന്നവർ, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇങ്ങനെ സമാനമായ ഹദീസുകൾ നമുക്ക് കാണാം. സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞ് റസൂൽ താക്കീത് ചെയ്ത തിന്മകൾ വൻ പാപത്തിന്റെ പരിധിയിലാണ്. സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത തിന്മകൾ. സ്ത്രീകൾ വസ്ത്രം ധരിച്ചിട്ടും വസ്ത്രം ധരിക്കാത്തവരെ പോലെ നേരിയ ഇടുങ്ങിയ ഇസ്ലാമിന്റെ ഹിജാബിന്റെ പരിധി ഒതുങ്ങാത്ത തങ്ങളുടെ മേനിയും സൗന്ദര്യവും അന്യർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന അലങ്കാരമായി തോന്നിപ്പിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്ന സ്ത്രീകൾ, ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവർ, പുരുഷന്മാരുടെ കണ്ണിനെ വ്യഭിചരിക്കാൻ തങ്ങളുടെ മേനി പ്രദർശിപ്പിക്കുന്നവർ, പുരുഷന്മാരെ സൗന്ദര്യം കൊണ്ട് ആകർഷിക്കുന്നവർ, സുഗന്ധം പൂശി നടക്കുന്നവർ, അള്ളാഹുവിന്റെ ശാപവും സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ സാധിക്കാത്തവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ സ്വരത്തിൽ ആക്ഷേപിച്ചവരാണ്. വൻ പാപങ്ങളാണ്. അതുപോലെ തന്നെ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും പൂർണ്ണ ഈമാനിന്റെ പരിധിയിൽ ഉൾപ്പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമ്മോട് ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങൾ. തനിക്കിഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നവരെ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും പൂർണ്ണ മുഅ്മിനാവുകയില്ല. തന്റെ മുസ്ലിമായ സഹോദരന് തനിക്കുണ്ടാകുന്ന പ്രയാസം പോലെ അവനൊരു പ്രയാസം ബാധിച്ചാൽ നമുക്ക് പ്രയാസമുണ്ടാകണം. തനിക്കിഷ്ടപ്പെടുന്ന നന്മ അവനും ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റാരെക്കാളും എന്തിനേക്കാളും നമുക്ക് പ്രിയപ്പെട്ടതാകുന്നത് വരെ, പ്രിയപ്പെട്ടവൻ റസൂലുള്ളാഹിയാകുന്നത് വരെ നമ്മളുടെ ഈമാൻ പൂർത്തിയാകുകയില്ല. ഇല്ല എങ്കിൽ നമ്മൾ വൻപാപത്തിന്റെ പരിധിയിലാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ വിശേഷിപ്പിച്ച കാര്യങ്ങളെല്ലാം വൻപാപങ്ങളുടെ പരിധിയിലാണ്. നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുക. നമ്മളുടെ ജീവിതത്തിൽ വൻപാപങ്ങൾ ഇത് ഈ പറയപ്പെട്ട പരിധിയിൽ വരുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ, നമ്മൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ടോ? അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇവയിൽ ഏറ്റവും ഗുരുതരമായ 7 കാര്യങ്ങളാണ്, 7 വൻപാപങ്ങൾ, സബ്ഉൽ മുബിഖാത്ത് എന്ന് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കിയിട്ടുള്ള 7 കാര്യങ്ങൾ. പക്ഷെ പലരും ആ 7 കാര്യങ്ങൾ മാത്രമാണ് വൻപാപങ്ങൾ, അതല്ലാത്തതെല്ലാം യഥേഷ്ടം പ്രവർത്തിക്കാം എന്ന ആത്മവഞ്ചനയിലും നിർഭയത്വത്തിലുമാണ്. വൻപാപങ്ങളുടെ തലപ്പത്തുള്ള 7 കാര്യങ്ങളാണ് റസൂലുള്ളാഹി ഹദീസിൽ പ്രത്യേകം എണ്ണിയത്. മറിച്ച് വൻപാപങ്ങൾ 7 എണ്ണം മാത്രമാണ് എന്നല്ല. ഇമാം ദഹബി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ കബായിർ, വൻപാപങ്ങൾ എന്ന് പേരിട്ട ഒരു കിതാബുണ്ട്. സാമാന്യം ചെറിയ കിതാബാണ്. മലയാളത്തിൽ അതിന്റെ പരിഭാഷ നിങ്ങൾക്ക് ലഭ്യമാണ്. വൻപാപങ്ങൾ എന്ന പേരിൽ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാർ ആ പുസ്തകം വാങ്ങി വായിക്കണം. 70-ലേറെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 76ഓളം വൻപാപങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും തെളിവുകൾ നിരത്തി അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട്. 7 അല്ല, 70-ലധികം. ചില പണ്ഡിതന്മാർ പറഞ്ഞു 100-ലധികം അത് കാണാം ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് വൻപാപങ്ങൾ എന്നത് അങ്കുലി പരിമിതമല്ല, അത് കേവലം 7 എണ്ണമല്ല, മറിച്ച് സബ്ഉൽ മുബിഖാത്ത് അതിലേറ്റവും നാശഹേതുകമായ 7 കടുത്ത പാപങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് ശിർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ടുന്ന ഹഖ്, ഇബാദത്ത്, അത് അല്ലാഹു അല്ലാത്തവർക്ക് വകവെച്ചു നൽകുക എന്ന ശിർക്കാണ് വൻപാപങ്ങളിൽ ഏറ്റവും ഗുരുതരമായത്. രണ്ടാമത്തേത് ശഹറാണ്. മാരണവും കൂടോത്രവും ചെയ്ത് മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തുക, ദ്രോഹിക്കുക എന്ന ക്ഷുദ്രപ്രവൃത്തി.
സിഹറാണ്. മൂന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ശരീരത്തെ അന്യായമായി വധിച്ചു കളയുക, കൊലപാതകമാണ്. നാലാമത്തേത് പലിശ ഭുജിക്കലാണ്. പലിശയുമായി ബന്ധമില്ലാത്ത എന്തിടപാടാണ് ഇന്ന് സമൂഹത്തിൽ കാണാൻ സാധിക്കുക? പലിശയുടെ ഏറ്റവും താഴ്ന്ന ശാഖ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് സമാനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കവേ, മുസ്ലിം ഉമ്മത്ത് പലിശയെ ഗൗരവത്തിൽ സൂക്ഷിക്കുന്നത് എവിടെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പലിശ ഭുജിക്കുക, വഅക്ലു മാലിൽ യതീം, യതീമിന്റെ അനാഥയുടെ ധനം അന്യായമായി ഭുജിക്കുക, ഇതാണ് അതിലെ അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം ഘോര യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക. ഏഴാമത്തെ കാര്യം പതിവ്രതകളും അള്ളാഹുവിനെ സൂക്ഷിച്ച് പേടിച്ച് ജീവിക്കുന്ന മുഅ്മിനാത്തുകളുമായ സ്ത്രീകൾക്കെതിരെ വ്യഭിചാരാരോപണം നടത്തുക എന്നതാണ്. ഇതാണ് വൻപാപങ്ങളിൽ ഗുരുതരമായ നാശഹേതുകമായ 7 കാര്യങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ, നിങ്ങൾക്ക് വൻപാപങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് ഏതാണെന്ന് ഞാൻ അറിയിച്ചു തരട്ടെയോ? സ്വഹാബത്ത് പറഞ്ഞു, അതേ റസൂലേ, അറിയിച്ചു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന ശിർക്കാണത്. രണ്ടാമതായി അവിടുന്ന് പഠിപ്പിച്ചു, വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ധിക്കരിക്കലാണ്, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കലാണ്, മാതാപിതാക്കളെ ദ്രോഹിക്കലാണ്. ഈ മാതാപിതാക്കളെ ദ്രോഹിക്കുക എന്ന കാര്യം 7 സബഉൽ മൂബിഖാത്തിൽ എണ്ണിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. വൻപാപങ്ങൾ സബഉൽ മൂബിഖാത്തിൽ പരിമിതപ്പെടുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഹദീസ് ശരിയാവുക? അതുകൊണ്ട് വൻപാപങ്ങൾ ധാരാളമുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കളെ ധിക്കരിക്കുക, അവരെ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെതിരാവാത്ത കാര്യങ്ങൾ അവരനുസരിക്കുക, അതിനപ്പുറം അവരോട് അനുസരണക്കേട് കാണിക്കാതിരിക്കുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വൻപാപങ്ങളിൽ നിന്ന് സുരക്ഷിതമാകാൻ നമ്മെ അറിയിച്ച മഹത്തായ കാര്യമാണ്. അതുകൊണ്ട് മാതാപിതാക്കളുടെ ധിക്കാരം, അവരെ ദ്രോഹിക്കുക എന്നത് വൻപാപങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി. മൂന്നാമതായി അവിടുന്ന് എണ്ണി ഖൗലു സൂരി വ ഷഹാദത്തു സൂർ, കള്ളസാക്ഷ്യം പറയുക. തങ്ങളുടെ വക്താവിന് വേണ്ടി, കക്ഷിക്ക് വേണ്ടി അന്യായമായി കള്ളസാക്ഷിയും കള്ളമൊഴിയും കൊടുക്കുക. ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വൻപാപങ്ങൾ എണ്ണിയ കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ പ്രത്യേകം ഗൗരവത്തിൽ താക്കീത് ചെയ്ത വൻപാപങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ സമാനമായ പുസ്തകങ്ങളിലൂടെ, കിതാബുകളിലൂടെ വായിച്ചു മനസ്സിലാക്കി നമ്മൾ അതിൽ നകന്നു നിൽക്കുക. നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് നമ്മളുടെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടാൻ വൻപാപങ്ങളിൽ നിന്ന് അകന്നു നിന്ന് അത് മനസ്സിലാക്കി അതിൽ നിന്ന് തൗബ ചെയ്ത് നന്മകളിൽ മുഴുകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളുമായി നടന്നു പോവുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഖബറുകളുടെ അരികിലെത്തി. ആ ഖബറിലുള്ള വ്യക്തികൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നതിന്റെ ശബ്ദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കേൾപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ മുൻനിർത്തി സ്വഹാബത്തിനോട് പറഞ്ഞു, അമാ ഇന്നഹുമാ ലയുഅദ്ദബാനി വമാ യുഅദ്ദബാനി ഫീ കബീരിൻ. ഈ 2 വ്യക്തികൾ അവരുടെ ഖബറുകളിൽ ശിക്ഷിക്കപ്പെടുന്നത് നിങ്ങളുടെ ദൃഷ്ടിയിൽ ചിലപ്പോൾ അത് നിസാരമായി തോന്നിയേക്കും. പക്ഷേ
അത് വലിയ കാര്യമാണ്, വലിയ തിന്മയാണ്. പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കുക മറ്റൊരു വിശദീകരണമായി പറഞ്ഞു, ഈ രണ്ടു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതൊഴിവാക്കുക എന്നത്, ഖബറിൽ ശിക്ഷിക്കപ്പെടാൻ മാത്രം ഗൗരവമുള്ള ഈ രണ്ടു കാര്യങ്ങൾ അതൊഴിവാക്കുക എന്നത് വലിയ കാര്യമല്ല. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അതിൽ നകർന്നു നിൽക്കൽ എല്ലാവർക്കും സാധിക്കുന്ന, എല്ലാവർക്കും ആ വിഷയത്തിൽ സൂക്ഷ്മത കൈക്കൊള്ളാൻ സാധിക്കുന്ന താരതമ്യേന നിസ്സാരമായ കാര്യമാണ്. പക്ഷേ അത് പ്രവർത്തിച്ചാൽ അതിന്റെ ശിക്ഷ അത് ഗൗരവമുള്ളതാണ്. ഇങ്ങനെ രണ്ട് രൂപത്തിൽ ഈ പ്രയോഗത്തെ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഏതായാലും ഏതാണ് ആ രണ്ടു കാര്യങ്ങൾ? ഈ രണ്ടു വ്യക്തികൾ ശിക്ഷിക്കപ്പെടുന്ന, നമ്മുടെ കണ്ണിൽ ലാഘവമായി നമുക്ക് തോന്നുന്ന ഈ രണ്ടു കാര്യങ്ങൾ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ അഹദുഹുമാ ഫകാന യംശി ബിന്നമീമ. അതിലൊരാൾ അവൻ നമീമത്തുമായി ആളുകൾക്കിടയിൽ നടക്കുന്നവനാണ്. എന്താണ് നമീമത്ത് എന്ന് പറഞ്ഞാൽ? ഏഷണി എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞ വാക്ക് അത് മറ്റൊരാൾക്ക്, ഈ രണ്ടാളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കാൻ ഉദ്ദേശിച്ച് കൈമാറുക, പ്രചരിപ്പിക്കുക. ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കാൻ അവർ പറഞ്ഞ വർത്തമാനങ്ങൾ, സംസാരങ്ങൾ പരസ്പരം പങ്കുവെക്കുക, പ്രചരിപ്പിക്കുക. ഇതാണ് നമീമത്ത്. ഇന്ന് സോഷ്യൽ മീഡിയയും നവമാധ്യമങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ആളുകളോട് ഫോൺ വിളിച്ചോ നേരിട്ടോ പറയേണ്ട ആവശ്യമൊന്നുമില്ല. വിരലോണ്ടൊന്ന് തോണ്ടിയാൽ മതി. ഏഷണിയും പരദൂഷണവും വ്യാപകമായി നടപ്പിലാക്കാൻ സാധ്യതയുള്ള എല്ലാ മാധ്യമങ്ങളും നമ്മുടെ വിരൽത്തുമ്പിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് നിസാരമായ തോന്നിയേക്കാം, ഒരു സംസാരമല്ലേ, ഒരു വാക്കല്ലേ, എന്താണ് സംഭവിക്കുക? ഖബറിൽ ശിക്ഷിക്കപ്പെടാൻ മാത്രം ഗുരുതരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ വ്യക്തി, അവൻ ശിക്ഷിക്കപ്പെടുന്നത് ഫകാന ലാ യസ്തതിറു മിൻ ബൗലിഹി, അവൻ മൂത്രിക്കുമ്പോൾ മറ സ്വീകരിക്കാത്തവനാണ്. മൂത്രമൊഴിക്കുമ്പോൾ തന്റെ വസ്ത്രത്തിലേക്ക് ആ നജസ് തെറിക്കാതിരിക്കാൻ, പുരളാതിരിക്കാൻ യഥാർത്ഥ രൂപത്തിൽ മറ സ്വീകരിക്കാത്തവൻ. വേറെ ചില റിവായത്തുകളുടെ വിശദീകരണങ്ങൾ കാണാം, മൂത്രമൊഴിച്ചാൽ വൃത്തിയായി ശുദ്ധീകരിക്കാത്തവൻ, ആ വിഷയത്തിൽ ശ്രദ്ധ പുലർത്താത്തവൻ. അതുകൊണ്ടാണ് അവൻ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ കേടുവന്ന ബുദ്ധിയുടെ ദൃഷ്ടിയിൽ ഇത് നടന്നു നോക്കിയാൽ എന്താണ് ഇപ്പൊ ഇത്ര നിസ്സാരമായ കാര്യം? ഇതിന്റെ പേരിൽ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രയോഗത്തിലെങ്ങാനും ഈ തിന്മകൾ ആളുകൾ നിസ്സാരമായി കാണുമോ എന്ന പേടിയാൽ അവിടുന്ന് വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം, ബൽ ഇന്നഹുമാ ലകബീർ, ഈ രണ്ടു തിന്മകളും നിസ്സാരമായി തോന്നിയേക്കാമെങ്കിലും ഇത് ഗുരുതരമായ തിന്മകളാണ്. ഏഷണിയും മൂത്രമൊഴിച്ചാൽ ശുദ്ധി വരുത്താതിരിക്കുകയും ശുദ്ധിക്ക് ഭംഗം വരുത്തുന്ന മറ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വൻപാപങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന കാര്യങ്ങൾ എണ്ണിയതാണ്. ഈ വിഷയത്തിൽ വരെ മുസ്ലിം ഉമ്മത്തിന്റെ ശ്രദ്ധ എവിടെയാണ് സഹോദരങ്ങളെ? അതുകൊണ്ട് ഗൗരവത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള വൻപാപങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, വൻപാപങ്ങളാകട്ടെ ചെറുപാപങ്ങളാകട്ടെ, ഖല്ലി ദുനൂബ സഗീറഹാ വ കബീറഹാ ദാക തുഖാ, ഏതാണ് വൻപാപം ഏതാണ് ചെറുപാപം എന്ന് വ്യവച്ഛേദിക്കാതെ വേർതിരിക്കാതെ തിന്മകളാണോ അതൊഴിവാക്കിയേക്കുക. ദാക തുഖാ, അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. തിന്മകളുടെ വലുപ്പ ചെറുപ്പമല്ല നമ്മൾ അളക്കേണ്ടത്, മറിച്ച് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആർക്കു മുമ്പിലാണ് നമ്മളത് പ്രവർത്തിക്കുന്നത്? അവന്റെ വലുപ്പം, മഹാനായ റബ്ബിന്റെ വലുപ്പം, അതാണ് അത് ഒഴിവാക്കാൻ നമ്മൾ പ്രേരിപ്പിക്കേണ്ടത്. ആരെയും പേടിച്ചല്ല, ആരെ കൊണ്ട് പറയിപ്പിക്കാനല്ല, ആരും ചോദ്യം ചെയ്യുമെന്ന ഭീഷണിയുടെ മുൾമുനയുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എന്നെ സദാ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. എന്റെ ഹൃദയത്തിന്റെ മന്ദനങ്ങൾ, എന്റെ കണ്ണുകളുടെ കട്ടുനോട്ടം, എന്റെ വിരലനക്കം. അല്ലദീ യറാക ഹീന തഖൂം, നീ നിന്ന് നിസ്കരിക്കുമ്പോൾ നിന്നെ കാണുന്നവൻ. വതഖല്ലുബക ഫി സാജിദീൻ, സുജൂദ് ചെയ്യുമ്പോൾ, അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുമ്പോൾ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിന്റെ തലയനക്കം അറിയുന്നവൻ. യഅലമു ഖായിനത്തൽ അയുൻ, നിന്റെ കണ്ണുകളുടെ കട്ടുനോട്ടം അറിയുന്നവൻ. വമാ തുഖ്ഫി സുദൂർ, നിന്റെ ഹൃദയം ഒളിപ്പിച്ചു വെച്ചത് അറിയുന്നവൻ. ആ റബ്ബ് നിന്നെ സദാ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, നിരീക്ഷിക്കുന്നു എന്ന ബോധമാകട്ടെ, വൻപാപമാകട്ടെ ചെറുപാപമാകട്ടെ, അതൊഴിവാക്കാൻ നിന്നെ പ്രേരിപ്പിക്കേണ്ടുന്ന പ്രേരകം. പണ്ഡിതന്മാരിൽ മുൻഗാമികൾ ചിലർ പറഞ്ഞു, കുല്ലമാ കാനൽ അബ്ദു ബില്ലാഹി അഅറഫ് കാന ലിഇബാദതിഹി അത്ലബ്. ഒരാൾ അല്ലാഹുവിനെ കുറിച്ച് എത്രത്തോളം അറിയുന്നവനാകുന്നുവോ, അല്ലാഹുവിനെ കുറിച്ചുള്ള അവന്റെ അറിവ് എത്രത്തോളം സമ്പന്നമാകുന്നുവോ, അത്രത്തോളം
അള്ളാഹുവിന് വഴിപ്പെട്ട ഇബാദത്തിൽ ജീവിക്കാൻ അവൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ മനസ്സ് അള്ളാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന തിന്മകളിൽ നിന്ന് അവൻ അത്രത്തോളം അകന്നുകൊണ്ടേയിരിക്കും. അള്ളാഹുവിനെ അത്രത്തോളം അവൻ അറിഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷയെ അത്രത്തോളം അവൻ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഫാത്തിറിലെ 28-ാമത്തെ ആയത്തിൽ അള്ളാഹുവിനുള്ള ഭയത്തെ അള്ളാഹുവിനോടുള്ള അറിവിനോട് ബന്ധിപ്പിച്ചത്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ, അവനെക്കുറിച്ച്, അവന്റെ ദീനിനെ കുറിച്ച്, അവന്റെ റസൂലിന്റെ സുന്നത്തിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവർ മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ഏറ്റവും ശക്തമായി ഭയപ്പെടാൻ സാധിക്കണമെങ്കിൽ, അവൻ വിലക്കിയ തിന്മകളിൽ നിന്ന് ഏറ്റവും വിദൂരതയിൽ അകലാൻ സാധിക്കണമെങ്കിൽ, അവൻ കൽപ്പിച്ച നന്മകളിൽ ഏറ്റവും മോഹത്തോടെ അടുപ്പത്തോടെ മുന്നിലെത്താൻ ഇഷ്ടപ്പെടണമെങ്കിൽ, സാധിക്കണമെങ്കിൽ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ സാധിക്കുന്നത്ര പഠിക്കുക, അള്ളാഹുവിനെ കുറിച്ച് അറിയുക, അവന്റെ റസൂലിനെ കുറിച്ച് അറിയുക, അവന്റെ ദീൻ സ്വായത്തമാക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.